ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആട്ടോ, ഒരു മാലയാട്ടോ, മുത്ത് വെച്ച് ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു മാലയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു ലെയറാണ് ഇത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗിയർ വയർ വേണം, പിന്നെ കുറച്ച് മുത്തുകൾ വേണം, ബ്ലാക്ക് ബീഡ്സ്, പിന്നെ കുറച്ച് ലോക്കറ്റുകൾ വേണം, ഗിയർ ലോക്ക് വേണം, പിന്നെ ഇതുപോലത്തെ ഒരു ബാക്കിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇത്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ബാക്ക് ചെയിൻ ആയാലും മതി. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഗിയർ വയർ ജസ്റ്റ് ഒരു ലെങ്ത് എടുക്കുകയാണ്, മാലയുടെ അത്ര എൻ്റെ കഴുത്തിൻ്റെ അത്ര ഒരു ലെങ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് അത് ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഇളകി അത് പിന്നെ ഊരി പോരത്തില്ല. അപ്പോൾ അതിന് വേണ്ടി പ്രസ് ചെയ്തിട്ടാണ്, പ്ലെയർ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ബീഡ്സ് ഇങ്ങനെ ഇടാം. അപ്പോൾ ആദ്യം ഞാനൊരു കുഞ്ഞ് സിൽവർ ബീഡ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ബീഡ്, അങ്ങനെ ഓൾട്ടർ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇടയ്ക്ക് സിൽവർ ബീഡ്, അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ബീഡ്, അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒരു 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 പകുതി ഇതായപ്പോഴത്തേക്കും കുറച്ച് ലോക്കറ്റുകളിലൂടെ ഇടാൻ തുടങ്ങി. ഒരു ലോക്കറ്റ് ഇട്ടു, പിന്നെ ഒരു സിൽവർ ബീഡ്, അത് കഴിഞ്ഞിട്ട് 2 മുത്ത്, 2 ബ്ലാക്ക് ബീഡ് കഴിഞ്ഞിട്ട് ഞാൻ ലോക്കറ്റുകൾ ഇട്ടു. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഒത്തിരി ലോക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ ആകെ 4 ലോക്കറ്റ്സ് തന്നെ ഉണ്ടായിരുന്നു, ഞാൻ 4 വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചുകൂടി ഇനി വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോക്കറ്റുകളൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഈ ഒരു മാല ഇട്ട് നമ്മൾ കാണാനായിട്ട്. ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ, നല്ല ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ അതുപോലെ അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എന്താണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, അപ്പം ആ ഒരു സെയിം ലെങ്തിൽ വേണം കേട്ടോ. അപ്പം ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണോ അത്രയും റൈറ്റ് സൈഡിൽ നമുക്ക് മുത്ത് കയറ്റണം. അല്ലാതെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ സെയിം ആയിട്ടിരിക്കണം. അപ്പോൾ റൈറ്റിൽ എത്രയാണോ അത്രയും മുത്തുകൾ നമ്മൾ ലെഫ്റ്റിലും കയറ്റണം. അപ്പം ഞാൻ അത് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം നല്ല രസമായിരിക്കും ഇത് ഇടുമ്പോൾ കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വേറെ ലോക്കറ്റുകളാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം ഈ ഒരു ലോക്കറ്റ് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല എമൗണ്ട് 4 എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ലോക്കറ്റുകൾ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയില്ല, ഇപ്പുറത്തിട്ടിരിക്കുന്ന അതേ മുത്തിൻ്റെ അതേ നമ്പർ തന്നെയാണ് ഇപ്പുറത്തും ലെഫ്റ്റ് സൈഡിലും. ഇപ്പോൾ റൈറ്റിൽ എത്ര ഉണ്ടോ അത്രയും മുത്തുകൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. പിന്നെ കുറച്ചിപ്പോൾ നമുക്ക് സിൽവറിൻ്റെ ഒരു ബാക്കിൽ വെക്കുന്ന അത് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഗോൾഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് ലോക്ക് ചെയ്തിട്ട് അത് ആ ഒരു ചെയിൻ പോലെ നമ്മൾ ഈ വലിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പം എന്താണ് ബാക്ക് ചെയിനാണ് വെക്കേണ്ടതെങ്കിൽ, കൊളുത്തുകളാണ് വെക്കേണ്ടതെങ്കിൽ അങ്ങനെ വേണേലും വെക്കാം, എങ്ങനെ വേണേലും വെക്കാം കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് എൻ്റെ അത് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വെക്കാം. എൻ്റെ ബാക്ക് ചെയിൻ ഇപ്പോൾ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ആ കൊളുത്തൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഊരിയൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് പോലത്തെ ഒരു മാലയാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആവുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.